90s നമ്മുടെ ജാപ്പനീസ് കമ്പനികളായ ഹോണ്ട, യമഹ, കവാസാക്കി ഇവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായ ബൈക്ക് ആരാണ് ഉണ്ടാക്കുന്നതെന്നായിരുന്നു അവരുടെ മത്സരം. ഇപ്പം ഹോണ്ട ഒരു ബൈക്കായിട്ട് വരികയാണെങ്കിൽ അതിനേക്കാളും ഫാസ്റ്റായ ബൈക്കായിട്ട് യമഹ വരും, അതിലും ഫാസ്റ്റായ ബൈക്കായിട്ട് കവാസാക്കി വരും. ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സ്പീഡ് വാർ എന്നാണ്. ഈ സ്പീഡ് വാറിലൊന്നും പങ്കെടുക്കാണ്ട് ഒരാളും അവിടെ മാറി നിൽപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ സുസുക്കി ആയിരുന്നു. അപ്പൊ എല്ലാവരും വിചാരിച്ചു സുസുക്കിനെ കൊണ്ട് അങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കുന്നു. പക്ഷെ സുസുക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ 1999 സുസുക്കി അവരുടെ പുതിയൊരു വണ്ടി കൊണ്ടുവന്നു, GSX 1300R. മറ്റുള്ള പക്ഷികളെ വേട്ടയാടി പിടിക്കുന്ന ഫാൽക്കൺ, ജാപ്പനീസ് ഭാഷയിൽ പറഞ്ഞാൽ ഹയാബുസ. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 312 km/h ആയിരുന്നു. അതായത് അതുവരെ ലോകത്തിറങ്ങിയ ബൈക്കുകളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ ബൈക്ക് ഇതായിരുന്നു. ഈ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക്കുമാണ്, അതേപോലെ തന്നെ എയറോഡൈനാമിക്കുമാണ്. ഈ വണ്ടി വേണമെങ്കിൽ നമുക്ക് ട്രാക്കിൽ ഓടിക്കാനും പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുമായിട്ടൊരു ടൂർ പോകാനും പറ്റും. 99 ഹയാബൂസ ഇട്ട ഫാസ്റ്റസ്റ്റ് പ്രൊഡക്ഷൻ ബൈക്ക് എന്ന് പറഞ്ഞ റെക്കോർഡ് തകർക്കാൻ വേണ്ടി 2007 വരെ